ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു കുട്ടി വ്ളോഗാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള റെസിപ്പീസാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു സീസണിൽ എല്ലാവർക്കും ഭയങ്കര ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് വീട്ടുവൈദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കേട്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ വേണം, പിന്നെ ബ്രെഡും കൂടി വേണം. ഈ ബ്രെഡ് വന്നിട്ട് തണുത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഈ ബട്ടർ വന്നിട്ട് ബ്രെഡിൻ്റെ ഇടയിൽ നന്നായിട്ട് തടവി കൊടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ചുമ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനൊന്നും കൂടി ഡാർക്കാക്കിയിട്ട് ചെയ്യുന്നുണ്ട്, അത് കണക്കാക്കേണ്ട, അത്രയും നമ്മൾ ഇതുപോലെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വിശന്ന സമയത്ത് ഞാൻ അങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ കുറച്ച് നല്ല നല്ല റെസിപ്പീസ് മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ജീരകശാല അരി വെച്ചിട്ട് നമ്മൾ ഒരു പായസം, കാരമലൈസ്ഡ് പായസം ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ള എള്ളില്ലേ, സീസേം സീഡ് എന്ന് പറയില്ല, അത് നമ്മുടെ ഹെൽത്ത്, അതായത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ്. സ്കിന്നിനാണെങ്കിലും നമ്മൾ അതുപോലെ ഡയറ്റിനാണെങ്കിലും പിന്നെ ചെറിയ കുട്ടികൾക്ക് എല്ല് വളർച്ച, കാൽഷ്യത്തിന്, ഇതുപോലെ എല്ലാറ്റിനും ഒരുപാട് ഗുണമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് വെച്ചിട്ടൊരു സംഭവം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറ്റ്, അതായത് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വിശക്കാതിരിക്കാൻ നല്ലൊരു റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ, ഓട്സ് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് പായസത്തിന് വേണ്ടിയിട്ട് ജീരകശാല അരി ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഓട്സ് ആണ് എടുക്കുന്നത്. ഇതുപോലെ ഒരു 2 കപ്പ് ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സിനമൺ, അതായത് പട്ട, ഒരു 2 കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പട്ടയുടെ എലി ഉണ്ടാവില്ലേ, നമ്മുടെ അവിടെ ചെടിയുള്ളതുകൊണ്ട് അതൊന്ന് പറിച്ചിട്ട് കൊടുത്താണ്. പിന്നെ ഇത് വന്നിട്ട് പിങ്ക് സോൾട്ടാണ് കേട്ടോ, ഹെൽത്തിന് ഒരുപാട് നല്ല, അതായത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 2 കപ്പ് ഓട്സ് ആണെങ്കിൽ മാക്സിമം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിയിട്ട് കുടിക്കാനൊരു ടേസ്റ്റ് തോന്നില്ല. അപ്പം ഞാനൊരു പകുതി, 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാത്രത്തിൽ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു ഓട്സ് കഞ്ഞി വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടും പിന്നെ ഫുഡ് കഴിക്കാതെയൊക്കെ ഒരുപാട്, മീൻസ് നമ്മൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ, അപ്പോഴേക്ക് വിശക്കുന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. വിശപ്പും ഉണ്ടാവില്ല, നമുക്ക് ഒരുപാട് കാലറി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് നേരത്തെ നമ്മൾ കുതിർത്തി വെച്ചിരുന്ന നമ്മുടെ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക, ഒരുപാട് പേസ്റ്റ് പോലെ ആക്കരുത് കേട്ടോ. പേസ്റ്റ് പോലെ ആക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴേക്കും നമ്മുടെ ഓട്സ് ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. മുകളിൽ ഇങ്ങനെ ഒരുപാട് പത വരുന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് കളയാം കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ അഴുക്ക് വല്ലതും ഉണ്ടെങ്കിലാണെങ്കിൽ അതുകൊണ്ടാണ് കളഞ്ഞത്. പിന്നെ ജീരകപ്പൊടിയും കൂടി ഇടണം, നേരത്തെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പം ഇടാതിരുന്നത്, ഇക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന പട്ടയുടെ ലീഫും പട്ടയും ഒക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ എസൻസ് ഒക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ തണുത്തതിന് ശേഷം ആക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നുന്ന സമയത്തൊക്കെ കുടിക്കാം. ഹെൽത്തിനും നല്ലതാണ്, നമുക്ക് ഒരുപാട് വെയിറ്റും വെക്കില്ല. അപ്പോൾ നമ്മുടെ ഓട്സ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. ഓട്സ് കഴിക്കാത്തവർ പോലും കഴിക്കൂട്ടോ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ പാത്രം വെക്കുന്നുണ്ട്. നമ്മൾ റൈസ് പായസമാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചത് പാല് പിരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലും നമ്മൾ എരിവ് ഇതിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പാല് 2 പാക്കറ്റ് പാൽ, അതായത് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പാലിൽ തന്നെ നന്നായിട്ടൊന്ന് വേവട്ടെ. ഇത് ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുള്ളത്, നമ്മൾ സീസേം കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ എണീറ്റ് ഉടനെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. എല്ല് വളർച്ചയ്ക്കും അവരുടെ കാൽഷ്യത്തിനും എല്ലാറ്റിനും നല്ലതാണ്. വലിയവർക്ക്
അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് സീസേം ഞാൻ എടുക്കുന്നുണ്ട്, അതായത് വെള്ള എള്ള് ഞാൻ എടുക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഇത് 1/4 കപ്പാണ് കേട്ടോ അതിൻ്റെ അളവ്. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അതൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പൊട്ടാൻ തുടങ്ങും, നല്ലൊരു മണവും കൂടെ നമുക്ക് വരും കേട്ടോ. ആ സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. മറ്റേ ഫ്രൈ പാന് സ്റ്റീലിൻ്റെ അടിപൊളി ഫ്രൈ പാൻ കേട്ടോ, നമ്മുടെ ഷോപ്പിൽ നിന്ന് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഒരുപാട് പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്കിത് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോഴേക്കും ഞാൻ കുറച്ച് റാഗിയിൽ ഐസ്ക്രീം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ട് കൊക്കോ പൗഡറാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എന്നും വീഡിയോ ഇടുന്നത് 2:30-ക്കാണ്. 1:30 വീഡിയോ ഇടും, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടും. അപ്പോൾ വീഡിയോ ഇട്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു സമയത്ത് തന്നെ കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് റാഗി പൗഡർ തന്നെ ചൂസ് ചെയ്തത്. കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഹെൽത്ത് റാഗി പൗഡർ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. അവർക്ക് ഇത് വേണമെങ്കിൽ തണുപ്പിക്കാതെ ജ്യൂസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിലേക്ക് പാൽ, 1 പാക്കറ്റ് പാലിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ബദാം പിസിനാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടത്, ശരിക്കും രാത്രിയാണ് കുതിർത്ത് വെക്കേണ്ടത്. നമ്മുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാനും ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കാനും ഒക്കെ അടിപൊളിയാണ്. ഇതിനെപ്പറ്റി മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം അരിയൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സീസേം ഉണ്ടാക്കാം. സീസേം ഇതുപോലെ ചെറിയൊരു ബോട്ടിലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് വെള്ള എള്ള്. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് നല്ല പ്യുവറായിട്ടുള്ള തേനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ പകുതിയാണ് സീസേം എടുക്കുന്നുണ്ടെങ്കിൽ അതേ അളവ് തന്നെ തേനും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചെടുത്ത് വെക്കാം. ഡെയിലി രാവിലെ എണീറ്റ ഉടനെ എന്തൊരു നല്ല സാധനങ്ങളും കഴിക്കുമ്പോൾ എണീറ്റ ഉടനെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുകയും രക്തത്തിലൊക്കെ കലർന്ന് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ അതേ ന്യൂട്രീഷ്യൻസ് നമ്മുടെ ബോഡിക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ എണീറ്റ ഉടനെ കഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഒരു പണിയില്ല, ഒന്ന് നോക്കിക്കുക എത്ര സിമ്പിളാണ് അല്ലേ. കുട്ടികൾക്കൊക്കെ കൊടുക്കുക കേട്ടോ, അവർക്കൊക്കെ ഒരുപാട് നല്ലതാണ്. അവർ ഈ വളരുന്ന സമയത്ത് എല്ലുകളൊക്കെ ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവും, കാലുവേദനയൊക്കെ പറയില്ലേ, ഇതൊക്കെ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി പിന്നെ തരാ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒഴിച്ച പാല് പകുതി ആവണം കേട്ടോ, അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. ഇനി മറ്റൊരു പാനിൽ നമുക്ക് കാരമലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഓട്സ് കഞ്ഞി നന്നായിട്ട് ആറിയിട്ടുണ്ട്, നന്നായിട്ടല്ല കുടിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കുടിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത്തിരി വെയിറ്റ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ വീഡിയോ ഇനി സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡയറ്റ് റെസിപ്പീസ് ഇതുപോലെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഐസ്ക്രീമിൻ്റെ പണിയും കൂടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ റാഗിയും നമ്മുടെ കൊക്കോ പൗഡറും പാലും കൂടി ഇട്ടതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് കഴിയാനായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടുന്നത്. ഇപ്പുറത്ത് നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കരുത്, ഒരുപാട് ഡാർക്ക് കളർ ആവരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം തന്നെ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട കെട്ടിയിട്ട് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തർ പറയുമല്ലോ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട്, ഞാൻ ഇനി അടുത്ത വർഷത്തിനുള്ളിൽ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ വല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. എല്ലാ ദിവസങ്ങളും നമുക്ക് ഒരുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കണം എന്നുള്ള ഒരാളാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത സംഭവം നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ടേസ്റ്റിന്
നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും കഴിക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്, കാരണം ഇക്കാക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇനി കുറച്ച് പഞ്ചസാര മറ്റൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ എന്താ ഉള്ളത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളും അപമാനവും ഒക്കെ ഉണ്ടായ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത വർഷത്തിനുള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. മീൻസ് അതല്ല, ഒരു സംഭവം അത് ഞാൻ അടുത്ത വർഷം ഇതേപോലെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതി ഇടുന്ന വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതിൻ്റെ റീസൺ കൂടി ഞാൻ അന്ന് പറയാം കേട്ടോ, എന്താണ് എനിക്ക് അപമാനം ഉണ്ടായത് എന്നുള്ളത് ഇൻഷാ അല്ലാ. അപ്പോൾ അതേ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ പണിയും കൂടെ നമ്മുടെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയിൽ കൂടെ ഇങ്ങനെ ഇളക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് വേറെ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഐസ്ക്രീം പാത്രത്തിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അടി കിട്ടോ. ഇനി നമ്മൾ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പിസ്ത, പിന്നെ ചോക്കോ ചിപ്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫ്രീസറിലേക്ക് കൊണ്ടുവയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കേട് വന്നു പോകും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ പറയല്ല, പറ്റുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അറിയുന്നവർക്ക്. പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞില്ല, ചുമരിൽ പോയി ഇടിച്ചതാണ്. അത് ചുച്ചുമായിട്ട് ചെറിയൊരു ഇതുണ്ടായിട്ട് ചുച്ചുവിനെ ആരോ പിടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹലാക്കിൻ്റെ ഒരു ഓട്ടം ഓടുന്ന സമയത്ത് എൻ്റെ മുട്ട് കൈ വന്നിട്ട് ചുമരിലിടിച്ച് ചെറിയ ചതവ് പോലെ വന്ന് കൈ വീക്കൊക്കെ വന്നാണ്. പെട്ടെന്ന് ശരിയാവുമെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.